ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു ലെറ്റസ്റ്റ് ടോക്ക് PSC. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സോ എല്ലാവർക്കും ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിന്റെ സിലബസ് എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണ് തുടങ്ങി നിരവധി ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് പേരെന്നോട് കുറെ കാര്യങ്ങൾ എൻക്വയറി ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നും ഇത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകതകൾ എന്താണെന്നും എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ മുന്നിലുള്ളത് പ്രീവിയസ് ഇയറിലെ നോട്ടിഫിക്കേഷൻ ആണ്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അത് പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് ഒരുപാട് പേർക്കൊന്നും നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ കുറെ പേർക്ക് നല്ല ഡെസ്പ് ആയിട്ടിരിക്കുകയാണ്, എനിക്കൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വിഷമിച്ചിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അടുത്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നതുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്കെയിൽ ഓഫ് പേ ഒക്കെ ഒന്ന് നോക്കാം. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുന്നത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 39,300 തൊട്ടിട്ട് 83,000 വരെയാണ് നമ്മുടെ ഇതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. അത്യാവശ്യം പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഈ ഒരു നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോർമലി PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ് അല്ലെ? ഏതൊരു പോസ്റ്റിന്റെ ആണെങ്കിലും റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി 3 വർഷമാണ്. ഇവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പൊ PSCയുടേത് പോലെ അല്ല, ഇവരുടേത് 2 വർഷമാണ്. ഒരു ഒരു ഇത് വന്നിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ് വാലിഡ് ആയിട്ടുണ്ടാവുന്നത് 2 വർഷമാണ്. അപ്പൊ 2024 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ആ റാങ്ക് ലിസ്റ്റിന്റെ ഒരു കാലാവധി കഴിയാൻ വേണ്ടി പോകുന്നത് നമുക്ക് 2027 ഏപ്രിൽ ആകുമ്പോഴേക്കും ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. സോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, അടുത്ത എക്സാം നടത്തണം. അതായത് ഇനി അടുത്ത ഏപ്രിൽ വരുമ്പോഴത്തേക്കും അടുത്ത എക്സാം നടത്തണം. അതായത് ഈ ഒരു വർഷം തന്നെ നമുക്ക് ഇതിന്റെ എക്സാമും കാര്യങ്ങളും എല്ലാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 2026 എൻഡ് ആകുമ്പോഴേക്കും ഇതിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നിലോട്ടേക്ക് ഇനിയിപ്പോ കുറച്ച് മാസങ്ങളുണ്ട്. ആക്ച്വലി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാൻ നമുക്ക് മുന്നിൽ കുറച്ച് മാസങ്ങളുണ്ട്. സോ ഈ മാസങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. 2024 നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 2024 ഓക്കെ, 2024 മാർച്ചിലാണ് ലാസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് 41 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പോലും അതിൽ കൂടുതൽ എന്ത് വന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അന്നത്തെ എക്സാം ഡേറ്റ് വന്നത് നോക്കിക്കേ നിങ്ങൾ. മാർച്ചിൽ വന്ന നോട്ടിഫിക്കേഷന്റെ എക്സാം നടന്നത് ഒക്ടോബറിലാണ്. കണ്ടോ, അത്രയും ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പൊ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മാസങ്ങൾ കിട്ടും. ഓക്കെ, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6-7 മാസത്തിന് ഇടയിലായിരിക്കും എന്ത് നടക്കുക, എക്സാം നടക്കുക. ഓക്കെ, ഇനി അതിന്റെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റ് 2027 ഏപ്രിലാണ് എന്ത് ചെയ്തത്. ഇനി ഇപ്പൊ നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2027 ഏപ്രിലാണ്. ഓക്കെ, ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50% ഓർ എബവ് ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണം. ഗ്രാജുവേഷനിൽ 50% ഓർ എബവ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു MA ഉണ്ടാവണം, ഡിഗ്രി ഉണ്ടാവണം. അതായത് മാസ്റ്റേഴ്സ് ഉണ്ടാവണം. അതാണ് അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ഡിഗ്രി 50% മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ വീണ്ടും ചോദിക്കും നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വീണ്ടും പറയുന്നു, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരുപാട് ഡിഫിക്കൽട്ട് ആണ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, കട്ട് ഓഫ് കുറവാണ്. ടോട്ടൽ 170 മാർക്കിൽ അതിന്റെ ഒരു ഹയസ്റ്റ് സ്കോർ എന്നൊക്കെ പറയുന്നത് 106 ലാസ്റ്റ് എക്സാമിൽ വന്നിട്ടുള്ളത്. ഓക്കെ, 170 മാർക്കിൽ 106 ഹയസ്റ്റ് സ്കോർ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു എക്സാമിന്റെ ഡിഫിക്കൽട്ടി നമുക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാന്ന് നോക്കാം. 3 ലെവലായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. OMR നമ്മൾ നോർമലി എക്സാംസ് എഴുതുന്ന പോലെ തന്നെ.
അത് 100 മാർക്കിനായിരിക്കും ഉണ്ടാവുക, 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് 60 മാർക്കിനായിരിക്കും. ഈ ഒബ്ജക്റ്റീവ് എക്സാമും ഡിസ്ക്രിപ്റ്റീവ് എക്സാമും നടക്കുന്നത് ഒരു ദിവസം തന്നെയായിരിക്കും കേട്ടോ. ഒരു ദിവസം തന്നെയായിരിക്കും ഒബ്ജക്റ്റീവ് എക്സാമും ഡിസ്ക്രിപ്റ്റീവ് എക്സാമും നടക്കുന്നത്. പിന്നെ ഒരു 10 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 170 മാർക്കിനാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിന്റെ ഒബ്ജക്റ്റീവ് എക്സാമിൽ 100 മാർക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഒബ്ജക്റ്റീവ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 75 മിനിറ്റ് ആണ് അല്ലെ. നമ്മുടെ 1 മണിക്കൂറും 15 മിനിറ്റും. ഓക്കെ, 1.25 മണിക്കൂർ. ഇനി ഇവിടെ ഒരു ചോദ്യം റൈറ്റ് ആവുകയാണെങ്കിൽ കറക്റ്റ് ആൻസേഴ്സിന് 1 മാർക്കും, അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ് റോങ് ആൻസേഴ്സിന് നമുക്ക് ഡിഡക്റ്റ് ആവുന്നത്. 1/4 മാർക്കാണെന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/4 ആണ് ഡിഡക്റ്റ് ആവുക. ഇനി ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിലെ സിലബസ് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. നമുക്കറിയാം ടോട്ടൽ 100 മാർക്കിനാണ് സിലബസ് വരുന്നത്. അതിൽ ജനറൽ ഇംഗ്ലീഷിൽ 50 മാർക്കും, ജനറൽ നോളജിന് 40 മാർക്കും, മാത്തമാറ്റിക്സിന് 10 മാർക്കും. അപ്പൊ 50 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്, 40 മാർക്ക് GK ആൻഡ് 10 മാർക്ക് മാത്സ് ആൻഡ് റീസണിങ് ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ബ്രേക്ക് ഡൗണിൽ തന്നെ ജനറൽ ഇംഗ്ലീഷ് എന്തൊക്കെ ടോപ്പിക്കാണ് വരുന്നത് നോക്കാം. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അനോണിയംസ്, എറർ കറക്ഷൻ, ജോയിന്റ് സെന്റൻസ്, പ്രിപ്പോസിഷൻസ്, സെന്റൻസ് അറേഞ്ച്മെന്റ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, fill in the blanks, synonyms, spotting errors, para completion, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, സെന്റൻസ് കംപ്ലീഷൻ, പാസേജ് കംപ്ലീഷൻ, ഇറർ കറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എവിടെ വരുന്നത്? ഈ ഒരു ജനറൽ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി നിങ്ങൾ PSC ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ PSC യിലൊക്കെ പഠിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ ടെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മൾ PSC ക്ക് പഠിക്കുന്ന ഇംഗ്ലീഷ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ജനറൽ നോളജിലേക്ക് വരുമ്പോൾ അവിടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ജോഗ്രഫി, ജനറൽ സയൻസ്, എക്കണോമിക്സ്, കറന്റ് അഫയേഴ്സ്, മോഡേൺ ഹിസ്റ്ററി, നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡേൺ ഹിസ്റ്ററി, പിന്നെ സൊസൈറ്റി, കൾച്ചർ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്റർനാഷണൽ റിലേഷൻസ്, ഹിസ്റ്ററി മൂവ്മെന്റ്സ്, പോളിസീസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, GK സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മാത്സിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, മാത്സിൽ നിങ്ങൾക്ക് ജിയോമെട്രി ഉണ്ട്, അതുപോലെ തന്നെ റാങ്കിങ്, ആൽജിബ്ര, ലോജിക്, നമ്പർ തിയറി, അതുപോലെ ക്യൂബ്സ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, ഡയറക്ഷൻസ്, പിന്നെ നമ്മുടെ റീസണിങ്ങിലോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പസിൽസ് ഉണ്ടാകാം, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡാറ്റ സഫിഷ്യൻസി, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ ഒക്കെ നമ്മൾ PSC യിൽ നന്നായിട്ട് പഠിക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ ഓർഡർ ആൻഡ് റാങ്ക്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, റീസണിങ്ങിൽ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണിത്. ഞാൻ ക്വസ്റ്റ്യൻസും കൂടി കാണിച്ചുതരാം, ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും കൂടി കാണിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിന്റെ 100 മാർക്കിലെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലോട്ടേക്ക് പോവാം. അതായത് രാവിലെ ആയിരിക്കും ഒബ്ജക്റ്റീവ് എക്സാം നടക്കുന്നത്, അതിനുശേഷമായിരിക്കും എന്ത് നടക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടക്കുന്നത്. ഒബ്ജക്റ്റീവ് എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ പേപ്പർ അവർ വാല്യൂ ചെയ്യത്തുള്ളൂ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഒബ്ജക്റ്റീവ് എക്സാമിന്റെ പേപ്പർ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രണ്ടാമത് നടക്കുന്ന എക്സാമിന്റെ പേപ്പർ അവർ വാല്യൂ ചെയ്യുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിലോട്ടേക്ക് വരുമ്പം 1 മണിക്കൂറാണ് അതിന്റെ ടൈം വരുന്നത്. 60 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പ്രിസൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ ആൻഡ് ഷോർട്ട് എസ്സേസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേസ് 3 ഷോർട്ട് എസ്സേസ് ആയിരിക്കും എഴുതാൻ ഉണ്ടാവുക. 3 ടോപ്പിക് തന്നിട്ട് അതിനെ പറ്റിയിട്ട് 3 ഷോർട്ട് എസ്സേസ് 30 മാർക്കിന് അങ്ങനെയായിരിക്കും എഴുതാനുണ്ടാവുക. പിന്നെ കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ പാരഗ്രാഫ് തരുന്നു, അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 10 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഒരു ക്വസ്റ്റിന് 2 മാർക്കായിരിക്കും ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് അവിടെ കോംപ്രഹെൻഷൻ വരുന്നത്. സോ ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒക്കെ നിങ്ങൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ എക്സാം ആകുമ്പോഴേക്കും നല്ല സെറ്റ് ആയിട്ടിരിക്കും. സോ നിങ്ങൾക്ക് അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഞാൻ ഇതിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഞാൻ പറഞ്ഞു ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിലും ഒരൊറ്റ ദിവസം തന്നെയാണ് നടക്കുന്നത്. ഒരൊറ്റ സെഷനായിട്ട് തന്നെയാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാമും ഡിസ്ക്രിപ്റ്റീവ് എക്സാമും നടക്കുന്നത്.
എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് എക്സാമിൽ നിങ്ങൾ അതിനൊരു കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ പേപ്പർ അവർ വാല്യൂ ചെയ്യത്തുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ OMR കട്ട് ഓഫ് റേഞ്ച് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് ഏപ്രിൽ 25-നാണ്. സോ അത് ഏപ്രിൽ 27 വരെ വാലിഡ് ആയിരിക്കും. ഏപ്രിൽ 27 വരെ ഏപ്രിൽ 2027 വരെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കും. സോ അത് ആ ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുന്നേ ആയിട്ട് എന്ത് വേണം, ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ എക്സാം നടത്തേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ആകുമ്പോഴേക്കും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് സെലക്ഷൻ എന്താണ്, ഇതിന്റെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് കേട്ടോ. ഇത് നമ്മൾ PSC നടത്തുന്ന എക്സാം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. സോ PSC-യിലല്ല നമ്മൾ ഇത് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 500 രൂപ കൊടുക്കണം. ഇതിൽ തന്നെ നമ്മുടെ SC ST അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവരൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അവർക്ക് ഈ ഒരു ഫീസ് വരുന്നില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിനൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ ആയിരിക്കും. ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ ഹൈക്കോർട്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഒഫീഷ്യൽ സൈറ്റ് വഴിയായിരിക്കും ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നത്. അതിന്റെയൊക്കെ ലിങ്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. സോ അത്തരത്തിലൊരു ഒരു പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം അവിടെ ലോഗിൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഈ GK-യുടെ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിക്കേ. ഫസ്റ്റ് court in India to deal with crime against women started in 2013 is situated in. ഇതൊക്കെ എന്താണ്, ഇത് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് കണ്ടോ, സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആഫ്റ്റർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് നമ്പർ. അതായത് ജൂലൈ 24 പ്രകാരം ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശേഷം ഉള്ള ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ റാണി കി വാവ് ഏത് ക്യൂനുമായി ബന്ധപ്പെട്ടതാണ്, അതായത് ക്യൂൻ ഉദയമതി അവരുടെ ഹസ്ബൻഡ് ആരാന്നുള്ള രീതിയിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PM സ്വാനിധി എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി PSC-ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് കണ്ടില്ലേ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. പിന്നെന്താണ്, നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെ, ഇൻഡയറക്ട് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റോങ്ലി സ്പെൽറ്റ് വേർഡ് വന്നിരിക്കുന്നു, അതുപോലെ തന്നെ സെന്റൻസ് കറക്ഷൻ. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ട് കഴിഞ്ഞ ഹൈക്കോർട്ടിന്റെ എക്സാമിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഓൾറെഡി നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിച്ച്, ഇപ്പം PSC തന്നെ ആവണമെന്നില്ല, SSC ആകാം അല്ലെങ്കിൽ മറ്റേത് എക്സാമും ആകാം, ഓൾറെഡി പഠിച്ചൊന്ന് സെറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ മാത്സിന്റെ ഭാഗത്തുനിന്ന് കണ്ടില്ലേ, പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിലെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു റീസണിങ്ങിൽ നിന്ന് വന്നേക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിന്റെ പാറ്റേൺ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഷോർട്ട് എസ്സേസ് എഴുതാനാണ്. ഷോർട്ട് എസ്സേസ് നമുക്ക് മൂന്ന് ടോപ്പിക്ക് തരും. ഓക്കെ, 3 ടോപ്പിക്ക് തരും. 3 ടോപ്പിക്കില് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അതായത് ഈ 3 ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 2 ടോപ്പിക്കിനെ പറ്റി എന്ത് ചെയ്യണം, ഷോർട്ട് എസ്സേസ് 150 വേർഡിൽ കുറയാണ്ട് നിങ്ങൾ ഷോർട്ട് എസ്സേസ് എഴുതണം. ഒരു എസ്സേക്ക് 15 മാർക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 30 മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചേക്കുന്നത് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ കുറച്ച് 3 ചോദ്യങ്ങളായിരുന്നു 3 ടോപ്പിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എസ്സേ എഴുതാവുന്നതാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് ഡെയിലി പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ ആ ഒരു എക്സാം ടൈം ആകുമ്പോഴേക്കും നമുക്കത് ഇമ്പ്രൂവ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് അവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നെക്സ്റ്റ് 2027 ഏപ്രിലല്ലേ കഴിയുള്ളൂ, അപ്പം ഇനിയും സമയം ഡിലേ ആവുമല്ലേ. നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ മുന്നിൽ നമുക്ക് ഓൾറെഡി ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു.
നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഡിഗ്രി ലെവലിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഡിഗ്രി ലെവൽ എക്സാം വരണമെങ്കിൽ, അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസ് വരണമെങ്കിൽ ഈ വർഷം അതായത് 2027 ഏപ്രിൽ ആവും അല്ലെ. 2027 ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലെ അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസ് വരത്തുള്ളൂ. അതിന്റെ മുന്നത്തോട്ട് ആയിട്ട് എന്തായാലും അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോഴേക്കും എന്തായാലും ഈ ഹൈക്കോർട്ടിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോഴേക്കും വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്താണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് നിങ്ങളുടെ ഡ്രീം, ഒരു ഡിഗ്രി ലെവൽ തന്നെ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു പോസ്റ്റ് തന്നെ ആയിരിക്കും ഇത്. പിന്നെ വേക്കൻസീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 41 പക്ഷെ അതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും വേക്കൻസീസ് വരിക. സോ വേക്കൻസീസ് അതാണെന്ന് വിചാരിച്ചും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ഒരേ കോമ്പറ്റീഷനിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ എത്രത്തോളം കോമ്പീറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് എല്ലാം സെറ്റാക്കി നന്നായിട്ട് പോകാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ വരിക, ഒരു ജോലി കിട്ടുക, റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വേക്കൻസി എത്രയാണ്, അതെത്രയാണ്, ഇതെത്രയാണെന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. അതിന്റെ കൂടെ തന്നെ മറ്റ് എക്സാംസും എഴുതുക. അപ്പൊ ജൂലൈയിലൊക്കെ നമ്മുടെ കമ്പനി ബോർഡിന്റെയും അതുപോലെ തന്നെ 10th ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനി ഒരുപാട് എക്സാംസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. സോ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സോ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ഡൗട്ട് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോഴേ നിങ്ങൾ ഭയങ്കര ഓടിപ്പിടിച്ച് ചാടി ഭയങ്കര സ്പീഡിൽ പോർഷൻസ് തീർക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് വളരെ പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വീട്ടമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകളുള്ള ആൾക്കാരായിരിക്കാം, വേറെ എന്തെങ്കിലും പഠിക്കുന്നവരായിരിക്കാം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഇത് പതിയെ സ്പീഡൊക്കെ കുറച്ച് പതിയെ ഇപ്പൊ കൊണ്ടുപോവാം. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് സ്പീഡ് കൂട്ടി എടുത്താൽ മതി. സോ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ സിലബസിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിൽ ജി കെ ഇംഗ്ലീഷ് മാത്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ജികെന്റെ ഒരു ടോപ്പിക്ക് പഠിക്കുക, ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ആർട്ടിക്കിൾ എന്നൊരു ടോപ്പിക്ക് എടുത്തു. ആർട്ടിക്കിൾ എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇന്നിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് റഫ് ആയിട്ട് ഒരു ടൈം ടേബിൾ പറയാം. ഇന്നിപ്പോ മൺഡേ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മൺഡേ ഞാൻ പഠിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇരിക്കുന്ന ടോപ്പിക്ക് ആർട്ടിക്കിൾ എന്നൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. സോ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ആർട്ടിക്കിൾ എന്നുള്ള ടോപ്പിക് അന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. കുഴപ്പമില്ല, നിങ്ങൾ അതിന്റെ എത്ര പെർസെന്റേജ് നിങ്ങളിങ്ങനെ വിചാരിക്കുക, എത്ര ദിവസം കൊണ്ട് ആർട്ടിക്കിൾ എന്ന ടോപ്പിക് തീർക്കാം. ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ട്യൂസ്ഡേയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിളിന്റെ പാർട്ട് 2 പഠിക്കാം. മൺഡേയിൽ ആർട്ടിക്കിൾ 1, ട്യൂസ്ഡേയിൽ ആർട്ടിക്കിളിന്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം. ഓക്കെ, ഇനി മൺഡേയിൽ തന്നെ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിളിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ജികെന്റെ ഏതെങ്കിലും ചെറിയ ടോപ്പിക് ഉണ്ടാവും. CA പഠിച്ചു തുടങ്ങാം, കറണ്ട് അഫയർ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ട്യൂസ്ഡേ നിങ്ങൾക്ക് എന്താണ് ജികെയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മൺഡേ തന്നെ നിങ്ങൾക്ക് മാത്സ് നോക്കാലോ. മാത്സിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, മാത്സിൽ നമുക്ക് നമ്പർ സിസ്റ്റം നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല. നമ്പർ സിസ്റ്റം കുറച്ചായിട്ട് പഠിച്ചു പോവുക. നമ്പർ സിസ്റ്റത്തിന്റെ പാർട്ട് 1, അതായത് ആദ്യത്തെ നിങ്ങൾ ഇപ്പൊ LCM പഠിക്കുന്നു. ഓക്കെ, LCM പഠിക്കുന്നു. സെക്കൻഡ് ഡേ നിങ്ങൾക്ക് HCF പഠിക്കാം. ഓക്കെ, ട്യൂസ്ഡേ HCF പഠിക്കുക. ഇത് നിങ്ങൾക്ക് എന്താ ഒബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ ഇത് കൂടാതെ ഡെയിലി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, ന്യൂസ് പേപ്പർ വായിക്കാം. ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിലെ എഡിറ്റോറിയൽ സെക്ഷൻ ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാൻ യൂസ്ഫുൾ ആവും. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങാം. ഇപ്പൊ ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇത് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-15 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 20 ദിവസമൊക്കെ കഴിയട്ടെ. 20 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് എക്സാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിച്ചാൽ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ആവാൻ വേണ്ടി പറ്റും. ഇപ്പോഴും കുറെ പേർക്ക് ഇപ്പൊ കുറച്ച് പേരൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാറുണ്ട്, അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ അത്ര നന്നായിട്ട് എഴുതാൻ അറിയില്ല. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എന്ത് കാര്യം അറിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ അവിടെ അറിയാണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് അറിയില്ല എന്നതിനെ നമ്മൾ അറിയും എന്നുള്ള രീതിയിലോട്ടേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി നിങ്ങൾ കൺസിസ്റ്റൻസി
കൺസിസ്റ്റന്റ് ആയിട്ടേ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പം കൺസിസ്റ്റൻസിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം ഈ ഒരു എക്സാം എന്ന് മാത്രമല്ല, ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും നിങ്ങളിപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ ഡയറ്റും കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. ഇനി വെയിറ്റ് ഗെയിനിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പ്രിപ്പറേഷന്റെ കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സമയമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറെ പേര് ഡെസ്പായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രിലിംസ് കഴിഞ്ഞിട്ട് കുറെ പേര് ഡെസ്പായിട്ട് ഇരിക്കുന്നുണ്ട്. ഡെസ്പായിട്ട് ഇരിക്കേണ്ട സമയമല്ല. എഴുന്നേക്കുക, പഠിക്കുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, പതിയെ പതിയെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ പതിയെ പതിയെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഗ്രൂപ്പിലോട്ടേക്ക് കയറാവുന്നതാണ്. സോ നമ്മൾ ഓൾറെഡി ഇപ്പൊ ടെൻത്ത് ലെവലിന്റെയും LGSന്റെയും ഒക്കെ ഒരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് അത് അറിയില്ലെങ്കിൽ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലാൻസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഫോളോ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ടെലിഗ്രാം ചാനൽ ഇല്ലെങ്കിൽ, ടെലിഗ്രാം ഗ്രൂപ്പ് ഇല്ലെങ്കിൽ, ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഡെയിലി സ്റ്റോറീസ് ആയിട്ട് ഇടുന്നുണ്ട്. എന്താണ് പഠിക്കേണ്ടതെന്നും, അതായത് 10th ലെവലും LGSും എന്താണ് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നും ഏത് SCRT ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്നും ഉള്ളത് ഡെയിലി ഇട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റോറീസ് വഴി നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. സോ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും കൂടി ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾ നോക്കൂ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ഹൈക്കോർട്ടിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സമയം വേസ്റ്റ് ആക്കാതെ കിട്ടണ സമയം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ജോലി സമയത്തോടൊപ്പം ഇപ്പം മെല്ലെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. സമയം ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം പ്രോപ്പറായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും പഠിക്കുകയാണെങ്കിൽ എന്തായാലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി ഡിഗ്രി ലെവൽ എക്സാമിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു 40, ഞാൻ എപ്പോഴും പറയുന്നു, ഡിഗ്രി ലെവൽ എക്സാമിൽ നിങ്ങൾ പ്രിലിംസ് ഒരു 40+ ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ മെയിൻസിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടത്തില്ല. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. 40ൽ കുറവ് മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിൽ ഏതാണോ അടുത്ത എക്സാം വരുന്നത് ആ ഒരു എക്സാം നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ശരി, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്